ടൗണിന്റെ മധ്യഭാഗത്തായി നിൽക്കുന്ന കൂറ്റൻ ആൽമരം പൊതുജനങ്ങൾക്ക് ഭീഷണിയാവുന്നു. ഏത് സമയം ഒടിഞ്ഞു വീഴാൻ സാധ്യതയോടെയാണ് ആൽമരം നിൽക്കുന്നത്. മരം ഒടിഞ്ഞ് സമീപത്തുകൂടി പോകുന്ന വൈദ്യുതി ലൈനിൽ പതിച്ചാൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക. വാത്തിക്കുടി പഞ്ചായത്തിലെ പ്രധാന ടൗണായ തോപ്രാംകുടി ടൗണിനോട് ചേർന്നാണ് ഈ കൂറ്റൻ ആൽമരം നിൽക്കുന്നത്. ടൗണിൽ നിൽക്കുന്ന ആൽമരത്തിന്റെ ശിഖരങ്ങൾ ദ്രവിച്ച് ഏതു സമയവും നിലം പതിക്കാമെന്ന നിലയിലാണ്. ആൽമരത്തിന് സമീപം എപ്പോഴും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് പതിവാണ്. കൂടാതെ കട്ടപ്പന, തങ്കമണി ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാർ ബസ് കാത്തിരിക്കുന്നതും ഈ മരത്തിന്റെ ചുവട്ടിലാണ്. മരത്തിന്റെ ശിഖരങ്ങൾക്കടിയിലൂടെ 3 ഫേസ് വൈദ്യുതി ലൈനും കടന്നുപോകുന്നുണ്ട്. ശിഖരങ്ങൾ ഒടിഞ്ഞു വീണാൽ നിരവധി വൈദ്യുതി തൂണുകളും ഇതോടൊപ്പം തകർന്നു വീഴും. വലിയ മഴക്കാലം വരികയാണ്. ഇതിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഒരുപാട് കുട്ടികൾ, ബസ് യാത്രക്കാർ എല്ലാം വന്ന് നിൽക്കുന്നതാണ്. സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്നതാണ്, മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഈ ലൈൻ ഇതിൽ തട്ടിയാണ് നിൽക്കുന്നത്. ഈ ശിഖരത്തിൽ തട്ടിയാണ് ഈ ലൈനിൽ നിൽക്കുന്നത്. ഇത് മുറിച്ച് മാറ്റണം. ഇതൊരു വലിയൊരു അപകടം നമ്മൾ ഉണ്ടാവുന്നതിന് മുമ്പ് ആ അപകടം ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടിയന്തരമായിട്ട് കളക്ടറിൻ്റെയൊക്കെ ശ്രദ്ധ ഇതാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തോപ്രാംകുടി ജംഗ്ഷനിൽ ആൽത്തറ ജംഗ്ഷനിരിക്കുന്ന ഈ ആല് അപകടസജ്ജയിലായിട്ട് നിലനിൽക്കുകയാണ്. അതിൻ്റെ ഒരു കമ്പ് ഇരിഞ്ഞ് ഇങ്ങോട്ട് നിൽക്കുകയാണ്. ഇത് ജൈനലിട്ട് ചേർന്ന് കിടക്കുകയാണ്. ഇത് അടിയന്തരമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഈ സംഘടനയുടെ കൂടിയിട്ട് ഇത് വെട്ടിമാറ്റുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇക്കാര്യം നിരവധി തവണ പഞ്ചായത്തിനെയും വൈദ്യുതി വകുപ്പിനെയും നാട്ടുകാർ ബോധ്യപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല. വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ അപകട ഭീഷണിയായ ശിഖരങ്ങൾ നാട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് വെട്ടിമാറ്റിയിരുന്നു. കാലവർഷം അടുത്ത സാഹചര്യത്തിൽ കാറ്റു വീശുമ്പോൾ വലിയ അപകടസാധ്യതയാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. പഞ്ചായത്തും വൈദ്യുതി വകുപ്പും ഇടപെട്ട് ആൽമരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി.